Hello dear students, good morning to all. How are you? Again, I'm hoping all are fine. Okay, stay home, stay safe. Then നമ്മുടെ ഫസ്റ്റ് ടൈമിലെ 3 ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? യെസ്, today we are going to our new chapter. Okay, നമ്മുടെ 3 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. So today we are going to a new chapter. Okay, are you ready? എക്സാമുകളൊക്കെ എഴുതി എല്ലാവരും പേപ്പറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലേ? All of you are waiting for your results. Okay. അത് ഏകദേശം എന്താ പറയുക കുറച്ച് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പേപ്പർ തിരിച്ചു തരും, അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അതിന് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ് അല്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ എസ്എസ് ടെക്സ്റ്റ് ബുക്ക്, എസ്എസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 247. 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് അല്ലേ? 3 ചാപ്റ്റർ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തന്നു, എക്സാമുകളും കഴിഞ്ഞു. Okay, today we are entering to a new chapter. Our chapter name is, what's the name of our chapter? What you read it? What's the name? Is chapter number 4, communication. Okay. Our chapter name is communication. Okay, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, പഴയ പോലെ അല്ലല്ലേ, കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയി, ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്ന ഏരിയ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയ അല്ലേ? ബാക്കി ടോക്കിയും ഒരുപാട് സംഭവങ്ങൾ, മൊബൈൽ ഫോൺസും ഒക്കെ ഏത് മേഖലയിലും ഏത് സ്ഥലത്തും ഇപ്പോൾ എന്താ പറയുക ഒരു പഞ്ചായത്ത് ഏരിയ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടണമെങ്കിൽ പറ്റിയ റിസ്ക് ഉണ്ടോ? നമ്മൾ സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഐഡിയാസ് അങ്ങോട്ട് ഷെയർ ചെയ്യണമെങ്കിലോ ഒന്നിനും ഒരു ഡിഫിക്കൽട്ടും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇല്ലേ? ഇല്ലല്ലോ. ഓക്കെ, our chapter name is communication. Okay, then you can see a yellow column there. Okay, നമ്മൾ എല്ലാ ചാപ്റ്ററിലും ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഒരു യെല്ലോ കോളം തരും. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ അതിൽ ആൻസർ ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ ഹോംവർക്ക് ഫോർ യു, ഇറ്റ്സ് എ ക്ലാസ് വർക്ക് ഫോർ യു. ഓൾ ഓഫ് യു ഡു ഇറ്റ് നൗ. ഓക്കെ, ഇപ്പോൾ തന്നെ എല്ലാവരും ഇത് ചെയ്യണം. ഓക്കെ, റെഡി? Then there's 2 questions for you. First one is, how do you send and receive message? Circle all the means you use. Okay, how do you send and receive message? നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യും റിസീവ് ചെയ്യലും എങ്ങനെയാണ്? How? Okay, circle all the means you use. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗം ടിക്ക് ചെയ്യാണ്. Okay, first one is telephone, second one is mobile phone, and third one is email, and fourth one is letters, and last one is video chat. You can circle your answer. Okay, then listen to second one. Second question is, do you think it is important to listen to the news? Why or why not? Okay, do you think it's important to listen the news? News കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്നാണ്. Yes or no? You can write as yes or no. And why or why not? എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ല എന്ന് പറഞ്ഞു. ഈ ന്യൂസുകൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്നാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, then we are entering to our chapter. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പാഠഭാഗത്തിലേക്ക് ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ. there is a introduction for you. First one, human beings are superior to all other animals because of their ability to communicate with each other. ഓക്കെ, ബാക്കിയുള്ള ആ ഒരു സംഭവത്തെ, ബാക്കിയുള്ള ആ ഒരു എന്താ പറയുക ജീവനുള്ള ജീവജാലങ്ങൾക്കപ്പുറം നമ്മുടെ മനുഷ്യർക്ക് മാത്രം പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങൾ ഉണ്ടല്ലേ, അതുപോലെ നമ്മൾ മനുഷ്യന്മാർക്ക് എന്താ പറയുക വേറെ കുറേ കഴിവുകളുണ്ടെന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏതാണ്? കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മൾ അനിമൽസിനെ എടുത്ത് നോക്കുകയാണെങ്കിലും പ്ലാന്റ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിലും പറവകൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ എന്താ പറയുക പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനുഷ്യർക്ക് മാത്രമായിട്ടില്ലേ? ഇല്ലേ? അതുകൊണ്ടാണ് മനുഷ്യർ എന്താ പറയുക വേറിട്ട ഒരു വിഭാഗമായി മാറി നിൽക്കുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഈച്ച് അതർ. മറ്റുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂലേ? നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക ആളുകളെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ കഴിയൂലേ? അനിമൽസിന് കഴിയുമോ? പറവകൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ പ്ലാന്റ്സിന് കഴിയുമോ? അതിനൊന്നും കഴിയാത്ത ആ ഒരു സംഭവം ആരെ കൊണ്ട് കഴിയും? നമ്മൾ മനുഷ്യരെ കൊണ്ട് കഴിയൂലേ? അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മറ്റു വിഭാഗങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്. ഓക്കെ, in early times horses, pigeons and signals were used to send and receive message. ഓക്കെ, പഴയ കാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മെസ്സേജ് സെൻഡ് ചെയ്ത് റിസീവ് ചെയ്യലും? പീജിയൻസിനെയും ഹോഴ്സിനെയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണ്ട് സിഗ്നൽസ് ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പം നമ്മൾ
മോഡേൺ മെത്തേഡ്സ് മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മൊബൈൽ ഫോൺ. നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്താണ്ട് നമ്മൾ എന്താ പറയുക ആർക്ക് വിളിച്ചാലും നമുക്ക് നമ്പർ നോക്കി നമുക്ക് വിളിക്കാൻ കഴിയൂലേ? എവിടെ എല്ലാ ആളാണെങ്കിലും നമുക്ക് മൊബൈൽ കണ്ട് നെക്കിയാൽ നമുക്ക് കോൾ ചെയ്യാൻ കഴിയും. അയാൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും റേഞ്ച് ഉണ്ടോ നമുക്ക് ഇവിടുന്ന് വിളിക്കാൻ കഴിയൂലേ? ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലിരുന്നാൽ നമ്മളെ ഉപ്പമാർക്ക് വിളിക്കാറില്ലേ? ഇപ്പാരെവിടെയാണുള്ളത്? ഇപ്പൊ ദുബായിലും അതുപോലെ UAE-യിലും ഖത്തറിലും സൗദി അറേബ്യയിലൊക്കെ അല്ലേ ഉപ്പാർക്ക് നമ്മൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വിളിക്കാറില്ലേ? അതാണ് കമ്മ്യൂണിക്കേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ പീജിയൻസിന്റെ ആ ഒരു കാലിന്റെ ചിറകിലൊക്കെ കത്തെങ്ങനെ കയറ്റിയാണ് നമ്മൾ പീജിയൻസിനാണ് കൊണ്ടും. പീജിയൻസ് എന്ത് ചെയ്യും? നേരെ എവിടേക്കാണോ അത് കൊണ്ടു കൊടുക്കേണ്ടത് അവിടെ പോയാണ്ട് അയാളെ പുറത്തൊക്കെ പോയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ടൊക്കെ വായിക്കുന്ന ആ ഒരു പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ഏർലി ടൈംസിൽ ഇതൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കുതിരന്റെ എവിടെയൊക്കെ ഈ കത്ത് വെക്കും, അത് കുതിരനെ വിടും. കുതിര പോയാണ്ട് ആ കത്ത് അവിടെ ഏൽപ്പിച്ചാണ്ട് തിരിച്ചു പോരും. പക്ഷെ ഇപ്പൊ എന്താണ്? ഇപ്പൊ ഫോൺസും മൊബൈൽ ഫോൺസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആർ ദർ. ഓക്കെ, അപ്പൊ പണ്ടത്തെ പോലെ അല്ല എന്നാണ് ഇപ്പോ പറഞ്ഞത്. ദെൻ ദീസ് മെസ്സേജസ് ടേക്ക് എ ലോങ് ടൈം ടു റീച്ച്. അന്നത്തെ ആ ഒരു പോസ്റ്റും ഫീച്ചേഴ്സും സിഗ്നൽസും സിംബൽസും ഉപയോഗിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രശ്നം? ഒരുപാട് സമയം എടുക്കും ഇല്ലേ? എടുക്കൂലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഈ ഒരു എന്താ പറയാ മെസ്സേജസ് എത്താൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇപ്പൊ അതുണ്ടോ? ഇപ്പൊ റേഞ്ച് ഉണ്ടോ? രണ്ട് നെക്ക ഏത് സ്ഥലത്തേക്ക് നമുക്ക് കോൾ ചെയ്യാൻ കഴിയൂലേ? യെസ്, ഏറ്റവും എന്താ പറയാ പ്രധാനപ്പെട്ട സംഭവം അതാണ്. പണ്ട് ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഒരു ലെറ്റർ അയച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അത്ര കൊണ്ടും പോകണ്ട, അപ്പൊ നമ്മൾ ലെറ്റേഴ്സ് ഉണ്ട് ചെയ്യാം. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ മുമ്പൊക്കെ ഉപ്പാക്ക് കത്ത് എഴുതാറാണ് അല്ലേ? കത്ത് എഴുതുമ്പോൾ ഇവിടുന്ന് കത്ത് എഴുതി 4 ദിവസം കഴിഞ്ഞിട്ട് ഗൾഫിൽ എത്തുള്ളൂ. ആരുടെയൊക്കെ പോകുമ്പോൾ കൊടുത്തയക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക പോസ്റ്റ് വഴിയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. എന്നിട്ട് അവൻ വായിച്ചാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് എന്താ പറയുക റിപ്ലൈ അയക്കുമ്പോൾ ഒക്കെപ്പാട് 10 ദിവസം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇമ്മാർക്ക് ഇപ്പാനോട് സംസാരിക്കാനുണ്ടെങ്കിൽ നിൽക്കേണ്ട ഫോൺ ചെയ്ത് വെച്ചാൽ ഇപ്പാനൊക്കെ നേരം വേണമെങ്കിൽ ഉമ്മാക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അന്ന് ഒരുപാട് സമയം എടുക്കും. ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കൂലേ? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒരുപാട് പുരോഗമിച്ചു. That's it. Modern long distance communication began with Samuel Morse's invention of electric telegraph in 1840. 1840 ടെലഗ്രാഫ് കണ്ടുപിടിച്ചതോടുകൂടി എന്താ പറയുക ഒരു ഏരിയയിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, മോഡേൺ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരുപാട് ഡിസ്റ്റൻസിന്റെ അപ്പുറത്തുള്ള എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് മാറി ഉഷാറായി വന്നത്? ഒരു ടെലഗ്രാഫ് കണ്ടുപിടിച്ചതോടുകൂടിയാണ്. സാമുവൽ മോഴ്സ് ആണ് ടെലഗ്രാഫ് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ചതോടുകൂടി ലോങ് ഡിസ്റ്റൻസ് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ എളുപ്പമായി. 1840 ഇയാൾ എന്താ പറയാ സാമുവൽ മോസസ് ഈ ഒരു എന്താ പറയാ ഇലക്ട്രിക് ടെലഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. പേര് സാമുവൽ മോഴ്സ്. സാമുവൽ മോഴ്സ് ടെലഗ്രാഫ്. സാമുവൽ മോസസ് ടെലഗ്രാഫ് 1840. ഓക്കെ, ടെലഗ്രാഫ് സാമുവൽ മോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് 1840. അതിന് ഒരുപാട് വികസനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ഇലക്ട്രിക് ടെലഗ്രാഫ് കണ്ടുപിടിച്ചതുപോലെ ഒരുപാട് വികസനങ്ങൾ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടായി. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉണ്ടായി. വിത്ത് ഇൻവെൻഷൻ ഓഫ് ദി ടെലഗ്രാഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജ് ബിക്കം ഈസിയർ. പിന്നെ എന്തായി? മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായി. ഓക്കെ, ഈ ടെലഗ്രാഫ് കണ്ടുപിടിച്ചതോടുകൂടി. ഓക്കെ, ക്വിക്കർ ആൻഡ് മോർ റിലയബിൾ. ഓക്കെ, പിന്നെ എന്തൊക്കെയായി? റിലയബിൾ ആയി, അതുപോലെ തന്നെ ക്വിക്കറായി, പെട്ടെന്നുമായി. പിന്നെ എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന മെസ്സേജസ് അവിടെ എത്തും, അല്ലെങ്കിൽ വേറെ ആരും വായിക്കില്ല എന്നുള്ള ആ ഒരു റിലയബിലിറ്റി ഒക്കെ ഉണ്ടായി. ഓക്കെ, ടുഡേ ദി ടെലഗ്രാഫ് ഹാസ് ബിക്കം അബ്സല്യൂട്ട്. ഇപ്പൊ എന്തായി? അതന്നെയായി. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയാണ് ഇപ്പൊ എല്ലാവരും എന്താ പറയുക പ്രധാനമായിട്ടും ഉഷാറായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുക ഇതെന്തായി? ടെലഗ്രാഫായി. ഓക്കെ, ടുഡേ ദി ടെലഗ്രാഫ് ഹാസ് ബിക്കം അബ്സല്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെലഫോൺ. പിന്നെന്തായി? ഇൻവെൻഷൻ ടെലഗ്രാമോ കഴിഞ്ഞപ്പോൾ ടെലഗ്രാഫോ കഴിഞ്ഞ പിന്നെ ടെലിഫോണിലേക്ക് വന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ടെലഫോൺ. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ടെലഫോണിനെ കുറിച്ചാണ്.
Who invented telephone? Alexander Graham Bell. Okay. In 1896, Alexander Graham Bell. Okay. Alexander Graham. And 1800 ടെലിഗ്രാഫും ടെലഫോണൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ടെലഫോണൊക്കെ വന്നിട്ട് ഒരുപാട് കാലം ഞാനൊക്കെ പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ കുട്ടിയൊക്കെ അയലോക്കത്ത് വീട്ടിലാണ് വിളിക്കുക, അവിടെ മാത്രമേ ഫോണുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ ഇങ്ങനെ കാത്തിക്കണം, ഇപ്പോൾ വിളിക്കുന്നു കരുതിയാണ്. ഓക്കെ, ആ ഒരു കാലമൊക്കെ പണ്ടുണ്ട്. പിന്നെ നമ്മൾ ഓർമ്മ ഇട്ടാണ്ട് വിളിക്കുന്ന ചില കാര്യം സാധനം നിങ്ങൾക്കറിയില്ല, നമ്മളെല്ലാ ബസ് സ്റ്റോപ്പിലും എന്താ പറയുക ബൂത്തുണ്ടാവും, ഫോൺ ചെയ്യാൻ പറ്റുന്ന ബൂത്ത്. അവിടെ നമ്മൾ പോവുക, ഫോണിൻ്റെ സാധനം എടുക്കുക, ചെവിയിൽ വെക്കുക, ഉറപ്പ് ഇടുക, നമ്പർ അടിക്കുക, ഒരു മിനിറ്റ് നമുക്ക് സംസാരിക്കാം. അതിനൊക്കെ ടെലഫോണിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊബൈൽ ഫോൺ വന്നതോടുകൂടി പിന്നെ ഒക്കെ സിമ്പിളായി. ഓക്കെ, in 1896 Alexander Graham Bell invented the telephone. Telephone കണ്ടുപിടിച്ചു. Alexander Graham Bell ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മൊബൈൽ ഫോൺ. It was the quickest and the only instrument which allowed two people to speak to each other directly. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യത്തെ ഇൻസ്ട്രുമെന്റ്. രണ്ടാളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണ്ട് എന്താ പറയുക ഡയറക്റ്റായി സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം ഏതാണ്? ടെലഫോണാണ്. ഇറ്റ് വാസ് ക്വിക്കസ്റ്റ് ആൻഡ് ഓൺലി ഇൻസ്ട്രുമെന്റ്, ഏറ്റവും പെട്ടെന്ന് ആൻഡ് ഓൺലി ഇൻസ്ട്രുമെന്റ് which allowed two people to speak each other directly. ഡയറക്റ്റ്ലി നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ആ സംഭവം ഏതായിരുന്നു? ഈ ഒരു ടെലഫോണായിരുന്നു. ഓക്കെ, communication satellite now enable us to speak to people with different states and countries with the STD and ISD facilities respectively. STD ISD പോലുള്ളതുപോലെ നമുക്ക് രാജ്യങ്ങൾക്ക് ഇന്റർനാഷണൽ കോൾസും അതുപോലെ തന്നെ രാജ്യത്തിനകത്തിന്റെ കോൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടത്താൻ സാധിച്ചു. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് റേഞ്ചിനൊക്കെ സാറ്റലൈറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. Now enable us to speak to people in different states. ഓക്കെ, എന്താ പറയുക, നമുക്ക് തമിഴ്നാട്ടിലുള്ള ആളുകളെയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലുള്ള ആളുകളെയും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ആളുകളെയും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് റേഞ്ചും അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് ത്രൂ STD ആൻഡ് ISD ഫെസിലിറ്റീസ്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ടു പാസ് ന്യൂസ് ഇൻഫർമേഷൻ ടു ദ പീപ്പിൾ. കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, നമുക്ക് ബാക്കിയുള്ള ആളുകളിലേക്ക് നമ്മൾ ഐഡിയാസും അതുപോലെ തന്നെ നമ്മളുടെ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇൻഫർമേഷൻ ന്യൂസൊക്കെ നമ്മൾ ഷെയർ ചെയ്യും, അതാണ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത മൊബൈൽ ഫോണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. Then turn to next page, page number 248. Thus, message can be conveyed to a people living in other countries in a matter of seconds. സെക്കൻഡിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ആളുകളെ നമുക്ക് ബാക്കി രാജ്യങ്ങളിൽ താമസിക്കുന്ന സൗദി അറേബ്യയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഒമാനിലാണെങ്കിലും UAE-യിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും അവിടുത്തെ ആളുകളെ നമുക്ക് സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് അവർക്ക് വിളിക്കാൻ കഴിയൂലേ? യെസ്. Now people can make and receive calls on mobile phones that they carry around with them in cars, trains, even on planes. ഓക്കെ, അത് പറഞ്ഞത് പണ്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൊബൈൽ യൂസും കൊണ്ടുപോകാം, എവിടെയാണ് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഇതിനെ പറ്റുള്ളൂ. ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലാകാം, ആ വീട്ടിലേക്ക് നമ്മൾ പോകണം. ഫോൺ കണ്ടുപിടിച്ചു അലക്സാണ്ടർ ഗ്രഹാം ബെല്ല്. പിന്നെന്താ സംഭവിച്ചത്? അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് കണ്ടുപിടിച്ചിട്ട് ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാട്ടിൽ 1-2 ഫോണൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ നാട്ടിൽ എനിക്കറിയാം 2 ഫോണൊക്കെ, ഞാൻ ആ ഫോൺ വിളിച്ചിട്ടുണ്ട് എൻ്റെ ഉപ്പാക്ക്. പണ്ട് ഒരു വീട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറയുന്ന 9 മണിക്ക് വിളിക്കും, അപ്പോൾ ഒരു 8-8:30 നമ്മൾ ഒരുങ്ങിയാണ്ട് അവിടെ പോയി നിൽക്കണം ഇപ്പാൻ്റെ ഫോണിനും വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ വിളിക്കും, ഫോൺ എടുക്കും, ഇമ്മ സംസാരിക്കും, ഇമ്മയ്ക്കൊരു പിന്നെ ഏട്ടന് കൊടുക്കും, അങ്ങനെ ആ സംഭവം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോണിനെ തേടി നമ്മൾ അങ്ങോട്ടും പോകണം. പക്ഷെ പിന്നെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ മാറി. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ഫോൺ ചെയ്യാം അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നാണ് വേണമെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യാം, എനിക്ക് പ്ലെയിനിൽ പോകുമ്പോൾ ഫോൺ ചെയ്യാം, ട്രെയിനിൽ പോകുമ്പോൾ ഫോൺ ചെയ്യാം, റേറ്റിനെങ്കിൽ നമുക്ക് എവിടുന്ന് ഫോൺ ചെയ്യാം. അതാണ് മൊബൈൽ ഫോൺ. മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ഒരാളാണ് ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചതോട് കൂടി പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിലായി അല്ലേ? ഓക്കെ, അതാണ് പറഞ്ഞാൽ now people can make and receive calls on mobile phones that they can carry around. നമുക്ക് പോക്കറ്റിൽ ഇട്ടാൽ നമുക്ക് നടത്താം ഫോൺ അല്ലേ? എവിടുന്ന് കോളുന്ന നമുക്ക് എടുക്കാം. ഓക്കെ, with cars, trains, even on planes. Besides the telephone, there are other means of communication which address wider audience. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, വൈഡ് ഓഡിയൻസ് എന്തൊക്കെയാണ്? ടെലിഫോണിന് പകരം നമുക്ക് വേറെ ഒരുപാട് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദീസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാൾഡ് മാസ് കമ്മ്യൂണിക്കേഷൻ.
പിന്നെ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ടാൾക്ക് മാത്രമേ മൊബൈൽ ഫോൺ സംസാരിക്കാൻ കഴിയുള്ളൂ. പിന്നെ വൈഡ് ഓഡിയൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഐഡിയാസ് നമ്മുടെ അകത്തിലെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാം. അതായത് നമ്മൾ എഴുതിയ ന്യൂസ് പേപ്പറിലൊക്കെ എഴുതുക, അങ്ങനത്തെ ആ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ന്യൂസ് എത്തിക്കാൻ കഴിയും. ആ ഒരു സംഭവമാണ് പറയുന്ന പേരുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ന്യൂസ് പേപ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ, റേഡിയോ അതിലൊക്കെ സംസാരിക്കുന്നത്. അത് ഒരാൾക്ക് മാത്രമല്ല കേൾക്കാൻ കഴിയാം, ബാക്കി ഒരുപാട് ആളുകൾക്ക് വൈഡ് ഓഡിയൻസ് ഒരുപാടുണ്ടാവും. അവർക്കൊക്കെ ഇത് കേൾക്കാനും കാണാനും കഴിയും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ടെലിഫോണിലാണ് പറഞ്ഞത് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ്, പ്രിന്റഡ് വേർഡ്. പ്രിന്റഡ് വേർഡ് printed word. The printed word through books, magazines, journals and newspapers was among the first means of mass communication. Okay, ആദ്യമായിട്ട് വരുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? ന്യൂസ് പേപ്പർ, ജേർണൽസ്, മാഗസിൻസ്, ബുക്സ്, അതൊക്കെയാണ് കേട്ടോ. ആദ്യം വരുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, ഏതൊക്കെയാണ്? ബുക്സ്, മാഗസിൻസ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെയാണ് ആദ്യം അടിച്ചിറക്കിയത്. ബുക്ക്, പ്രിന്റഡ് വേർഡ്സ്, പ്രിന്റഡ് ആയിട്ട് ഒരുപാട് ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ അടിച്ചിറക്കിയ ആദ്യത്തെ നാഷണൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തത്? ജേർണൽസ്, ബുക്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പേഴ്സ് ബ്രിങ് ന്യൂസ് ടു ദെയർ റീഡേഴ്സ്. ഓക്കെ, ന്യൂസ് പേപ്പർ ഒരാൾ എഴുതിയാൽ മതി, അത് ഒരുപാട് ആളുകൾക്ക് ന്യൂസ് എത്തിക്കും, ഒരുപാട് ആളുകൾക്ക് അത് വായിക്കാൻ കഴിയും. ദേ ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ ആൻഡ് ഈവൻറ്റ്സ്. ഓക്കെ, ഓരോ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ ഓരോ മനുഷ്യരെ കുറിച്ചും ഓരോ സംഭവങ്ങളെ കുറിച്ചൊക്കെ അല്ലേ ഇൻഫർമേഷൻ ഈ ന്യൂസ് പേപ്പർ നമുക്ക് തരില്ലേ? രാവിലെ നമുക്ക് ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലേ? എല്ലാവരും നിർബന്ധമായിട്ടും ന്യൂസ് പേപ്പറുകൾ വായിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, രാജ്യത്തിന് പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ വേണ്ടത് എന്താണ്? നമ്മൾ ന്യൂസ് പേപ്പറുകൾ വായിക്കണം. Newspapers also carry special articles, advertisements, weather reports, sports news, crossword puzzles, cartoons, and information regarding television and radio programs. ആക്കെ നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. ന്യൂസ് പേപ്പറിന്റെ ഓരോ പേജിലും ഓരോ സംഭവങ്ങളാണല്ലേ. ഇപ്പൊ കായികം എന്ന് പറഞ്ഞാണ്ട് സ്പോർട്സ് പേജാണ് ഉണ്ടാവില്ലേ, മരിച്ച ആളുകളെ കുറിച്ചായിട്ട് ഒരു പേജ് ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ നമ്മുടെ കാർട്ടൂൺസ്, പസിൽസ്, സെപ്പറേറ്റ് ആയിട്ട് തൊഴിൽ വാർത്ത പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ന്യൂസ് പേപ്പറിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ. ഇന്റർനാഷണൽ ചർച്ചകൾ ഉണ്ടാവും, എന്താ പറയുക നാഷണൽ ചർച്ചകൾ ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സംഭവങ്ങൾ ഈ ന്യൂസ് പേപ്പറിന്റെ അകത്തേക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ ഫസ്റ്റ് പേജിൽ ഉണ്ടാവും. ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. ന്യൂസ് പേപ്പറൊക്കെയാണ് ആദ്യമായിട്ട് ഇറക്കിയ മാസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നൽകിയത്. എന്തൊക്കെയാണ്? ബുക്സ്, മാഗസിൻസ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്. ഒക്കെ ന്യൂസ് പേപ്പറിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ, ഒരുപാട് ആളുകളിലേക്ക് ന്യൂസ് എത്തിക്കുകയാണ്. അതൊക്കെയാണ് ഈ പ്രിന്റഡ് വേർഡ്. പ്രിന്റഡ് വേർഡിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ത്? ന്യൂസ് പേപ്പർ. ഓക്കെ, പിന്നെ നമുക്ക് ചർച്ച ചെയ്യുന്നത് റേഡിയോ, സിനിമ ആൻഡ് ടെലിവിഷൻ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ്, പിന്നെ സാറ്റലൈറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഇനി പഠിപ്പിക്കാനുള്ളത്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് അങ്ങനെ ഷെയർ ചെയ്യുക, അതാണ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, അതിൻ്റെ ആൻസർ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ എഴുതുക. ഓക്കെ, നിങ്ങളുടെ ഹോംവർക്ക് ക്ലാസ് വർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ജീവജാലങ്ങളിൽ നിന്നും നമ്മുടെ മനുഷ്യനെ മാറ്റി നിർത്തുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു സംഭവം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ബാക്കിയുള്ള മൃഗങ്ങൾക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അങ്ങോട്ടും സംസാരിക്കാൻ കഴിയൂലേ? പിന്നെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ടീച്ചേഴ്സിനെയും ഓഫീസിനെയും സിഗ്നൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടും എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറിയില്ലേ. ഫോൺസും ടെലഗ്രാഫ് കണ്ടുപിടിച്ചതോടുകൂടി 1840 ടെലഗ്രാഫ് കണ്ടുപിടിച്ചതോടുകൂടി ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായില്ലേ. പിന്നെ നമുക്ക് ഫോണിൽ അങ്ങോട്ടും ഡയറക്റ്റ് സംസാരിക്കാൻ കഴിയില്ലേ. പുറം രാജ്യത്താണെങ്കിലും രാജ്യത്തിനകത്താണെങ്കിലും നമുക്കൊരു ഫോൺ എടുത്ത് വിളിക്കുന്നതോടുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരം ഉണ്ടായത് മുതലാണ് ഈ ന്യൂസ് ടെലഗ്രാഫ് കണ്ടുപിടിച്ചത് മുതലാണ്. ഓക്കെ, പിന്നെ എന്താ സംഭവിച്ചത്? ടെലഫോണുകളുടെ ആ ഒരു ഉത്ഭവം, അതായത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1796
ടെലിഫോണും പാടെ കണ്ടുപിടിച്ചപ്പോൾ ആകെ കേട്ട് ഉഷാറായി, ഫുൾ സെറ്റായി. എന്താണ് പിന്നെ മൊബൈൽ ഫോണും പാടെ കണ്ടുപിടിച്ചതോട് കൂടി പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ ഫുള്ള് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ്റെ മേഖല ആകെ പിടിച്ചെടുത്തു. അതായത് ഫോണിന് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഫോൺ വിളിക്കാനുള്ള അവസരം ഉണ്ടായി. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകണം. ടെലിഫോണിൻ്റെ കണക്ഷനൊക്കെ ഒരു സ്ഥലത്ത് സിഗ്നൽ ഉണ്ടാവുള്ളൂ. 049 നമ്മളെ കോളെ കളിച്ചോണമെന്ന് വിളിക്കാൻ അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ എവിടേക്ക് വിളിക്കാം. പക്ഷെ എന്താ പറയുക അവിടുന്ന് നമ്മൾ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യണമെങ്കിൽ കൂടുതൽ നിർബന്ധമാണ്. അപ്പോൾ സൗദിക്ക് വിളിക്കുന്നത് 0900966 കൂട്ടിയിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ അടിച്ചിട്ട് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ മൊബൈലൊക്കെ കൂടി ആകുന്നുണ്ട് ഉഷാറ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് വരെ സൗദിയിലെ ആൾക്കാർ നമുക്ക് വിളിക്കുന്നുണ്ട് അല്ലേ. ഒരാൾക്കാർ ഇങ്ങനെയൊക്കെ പൊട്ടനാക്കിയാണ് ഞാൻ നാട്ടിൽ എത്തിയാറുണ്ട് നമ്മൾ ഇവിടുത്തെ നമ്പറിൽ തന്നെ ഓരോ അവിടുന്ന് വിളിക്കുക. അങ്ങനത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ISD STD ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർനാഷണൽ കോളുകൾസ് ഒക്കെ സ്റ്റേറ്റിനകത്തും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ പുറത്തേക്കും ഇൻ്റർനാഷണൽ കോൾസ് ഒക്കെ നമുക്ക് നാഷണൽ കോൾസ് ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റി. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണും ടെലിഫോണും. ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചിരണം. മൊബൈൽ ഫോൺ ഒന്നും കൂടി കാറിനും ബസ്സിനും എവിടുന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ നമ്മൾ മൊബൈൽ എടുക്കേണ്ട റേഞ്ചിൽ നമുക്ക് അവിടെയൊക്കെ വിളിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ആയി. ഓക്കെ, പിന്നെന്താണ് വൈഡ് ഓഡിയൻസ് ഒക്കെ വന്ന സമയത്ത് അവരൊക്കെ എന്താ പറയുക നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താ പറയുക പ്രധാനമായതോടുകൂടി നമ്മൾ എന്താ പറയുക ഈ മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് ന്യൂസ് എത്തിക്കുക, ഇൻഫർമേഷൻ എത്തിക്കുക. അവർ മാസ് കമ്മ്യൂണിക്കേഷന് എന്താ പറയുക നിർബന്ധമായി വന്നു. അവിടെയാണ് പ്രിന്റഡ് വേർഡ്സ് വരുന്നത്. ഓക്കെ, പ്രിന്റഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതുന്ന ആ ഒരു സംഭവം അതാണ്. ഓക്കെ, ദ പ്രിന്റ് വേർഡ് ത്രൂ ബുക്സ്, മാഗസിൻസ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് വാസ് among the first means of mass communication. ആദ്യമായിട്ട് വരുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്തായാലും അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തതിനു ശേഷം പഠിക്കണം. ഓക്കെ, ന്യൂസ് പേപ്പർ നമ്മൾ രാവിലെ വാർത്ത എഴുതുന്നത് പോലെ ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു ന്യൂസ് നമുക്ക് എത്തിക്കാൻ കഴിയൂലേ. ബുക്സ് എഴുതാൻ തുടങ്ങി. ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വായിക്കല്ലേ, വായിക്കാൻ പറ്റും. ജേർണൽസ് അതൊക്കെ ആദ്യത്തെ മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ്, ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, പിന്നെന്താണ് പിന്നെ പറയുന്നത് ന്യൂസ് പേപ്പറിനെ കുറിച്ചാണ്. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ ന്യൂസും അതിൽ ഉണ്ടാവില്ലേ. നമുക്ക് എന്തറിയണമെങ്കിലും അന്ന് രാവിലെ പത്രം വായിച്ചാൽ മതി. രാഷ്ട്രീയക്കാർക്ക് വേണ്ടതുണ്ടാവും, സ്പോർട്സ് നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടതുണ്ടാവും, അഡ്വർടൈസ്മെന്റ്സ് ആയിട്ടുണ്ടാവും, മരിച്ച ആളുകൾക്ക് റിപ്പോർട്ടായിട്ടുണ്ടാവും, വെതർ റിപ്പോർട്ടായിട്ടുണ്ടാവും, ബുള്ളറ്റിൻ പേജുകളായിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട തൊഴിൽ വാർത്ത പോലുള്ള എല്ലാ സംഭവങ്ങളും എന്തിലുണ്ടാവും ഈ ഒരു ന്യൂസ് പേപ്പറുകളിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ പസിൽസ്, കാർട്ടൂൺസ്, ഇൻഫർമേഷൻ റിഗാർഡിംഗ് ടെലിവിഷൻ ആൻഡ് റേഡിയോ പ്രോഗ്രാംസ് ഇതൊക്കെ എവിടെ ഉണ്ടാവും ഈ ഒരു പ്രിന്റഡ് വേർഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. I think all of you understood well. If you had any doubts, you can just ask in WhatsApp. ഞാൻ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, സംശയിക്കാൻ മാത്രമൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യത്തെ ആ ഒരു ഉത്ഭവം പറയുകയാണ്. കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയില്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. തന്ന വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പ്രധാനപ്പെട്ടത് അണ്ടർലൈൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡിങ്